എന്നാ നമുക്ക് തുടങ്ങാം. നോക്കുക, ഇതാണ് ഇങ്ങനെയൊക്കെയാണ് മക്കളെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തല എങ്ങനെയാണ് കാര്യങ്ങൾ? അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയേ? ബി ജെ പിയിലേക്ക് ആളുകൾ പോകുന്നു, താല്പര്യപ്പെടുന്നു, നല്ല സാധ്യതകളുള്ള പാർട്ടി ഏതാണോ അതിലേക്ക് പോകുന്നു, അതല്ലാതെ പ്രത്യയശാസ്ത്രമൊന്നും പ്രശ്നമല്ല എന്നുള്ള നിലയിലേക്ക് ചെറുപ്പക്കാരും മാതാപിതാക്കളും ഒക്കെ വിചാരിച്ചു തുടങ്ങിയ എന്താ അവസ്ഥ നമ്മുടെ? അല്ല, നമ്മുടെ നാട്ടിൽ ഏത് രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കാനും ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എം വി രാഘവൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം UDFന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളിൽ അദ്ദേഹത്തിന്റെ മകൻ നികേഷ് കുമാർ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അപ്പൊ ഞങ്ങളാരെങ്കിലും പറഞ്ഞു തരുന്നു ഒക്കെ അവരവരുടേതായ താല്പര്യങ്ങളാണ്. നികേഷിന് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്ന് തോന്നി, അദ്ദേഹം മത്സരിച്ചു. അതിന് എം വി രാഘവന്റെ രാഷ്ട്രീയം മാറ്റണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അല്ലെ എം വി ആർ ആവശ്യപ്പെട്ടോ അദ്ദേഹത്തോട് മാറണമെന്ന്. അതൊക്കെ ഇതിനകത്ത് സ്വാഭാവികമായ ഓരോ സംഭവങ്ങളാണ്. ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും മത്സരിക്കും. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അതിനകത്ത് ഫാക്ച്വലറുണ്ട്. എം വി രാഘവൻ മരിക്കുന്നത് 2014 ഞാൻ മത്സരിക്കുന്നത് 2016. സങ്കടം വരുന്നുണ്ടോ? ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ. അല്ല, എന്നാലും എം വി രാഘവനോട് CPM കാണിച്ച ക്രൂരതകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ പോകാൻ പറ്റുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ പാമ്പ് വളർത്തു കേന്ദ്രം തീയിട്ടു, അദ്ദേഹത്തിന് വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി, കൂത്തുപറമ്പിൽ അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ ഒരു പാർട്ടിയിൽ അങ്ങനെ ഒരു വലിയ നേതാവിന്റെ മകൻ CPMന്റെ സ്ഥാനാർത്ഥിയാവാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആളുകൾ അത്ഭുതപ്പെടത്തില്ലേ? കിട്ടിയല്ലോ. അതല്ല ഉദ്ദേശം. ഞാൻ മാറി ചില ഇവിടെ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത്